ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിൽ നിന്നും കെ.ടി. സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ്, ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ആതിര, ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 15-ാം തീയതിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ശ്വാസതടസ്സവും അതുപോലെ തന്നെ കഫക്കെട്ടുമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു. ഇതാണ് വലിയ അപകടാവസ്ഥ ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ വീണ്ടും അപകടാവസ്ഥയിലേക്ക് പോയി. ഇന്ന് ഉച്ചയോടെ തന്നെ കിഡ്നിയുടെയും അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. വൈകിട്ടോടെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ച് വരികയായിരുന്നു, അദ്ദേഹത്തെ പരിശോധിച്ച് വരികയായിരുന്നു. വലിയ ഡോക്ടർമാരുടെ സംഘം തന്നെ കാർഡിയാക് ICUവിൽ അദ്ദേഹത്തെ പരിശോധിച്ച് വരികയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആശുപത്രിയിലുണ്ട്. ഏതായാലും എഴുത്തുകാരനായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ കൂടി കൈര ന്യൂസിനൊപ്പം ചേരുകയാണ്. താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. MDയുടെ നിര്യാണമെന്ന് പറയുന്നത് നമ്മൾ എഴുത്തിന്റെ ലോകത്തൊന്നും വലിയൊരു വിടവാങ്ങലം തന്നെ വേണം പറയാൻ. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മകളുണ്ട് ഓർത്തെടുക്കാൻ? സ്വാലിഹ് തുടരുന്നുണ്ട്. സ്വാലിഹ്, തുടർന്നോളൂ. ആതിര, തീർച്ചയായും വലിയ വേദനയോടെ തന്നെയാണ് മലയാളക്കര ഈ വാർത്ത കേൾക്കുന്നത്. വലിയ ആശങ്കയിൽ, പ്രാർത്ഥനയിലൊക്കെ ഏതാണ്ട് 10 ദിവസത്തോളം അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഡോക്ടർമാരുടെ വലിയ സംഘം അദ്ദേഹത്തെ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, കോഴിക്കോട് നഗരത്തിൽ അദ്ദേഹത്തിന് അത്ര അടുപ്പമുള്ള ഒരു നഗരമാണ്. അദ്ദേഹത്തിന് വലിയ ഹൃദയബന്ധമുള്ള നഗരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹവുമായി പല മേഖലകളിൽ നിന്ന് അടുത്ത് ഇടപഴകിയവർ, സിനിമാ മേഖലയിലായാലും സാഹിത്യ മേഖലയിലായാലും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ വലിയ വലയം അദ്ദേഹത്തിന് കോഴിക്കോട് നഗരത്തിലുണ്ട്. മാതൃഭൂമി കാലത്തൊക്കെ അദ്ദേഹത്തിന് കോഴിക്കോട് നഗരത്തിൽ വലിയ ഹൃദയബന്ധം ഉണ്ട്. രാവിലെ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാൻ കോഴിക്കോട്ട്